അങ്ങനെ ഫിലുവിൻ്റെ കാതുകുത്തായി. കാതുകുത്തിൻ്റെ തലേന്ന് മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തു. രാത്രി 3 മണിക്കൊക്കെ ഇട്ട് കൊടുക്കുന്നു. അതുപോലെ ഞാനൊരു കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. ആദ്യമായിട്ട് ഞാൻ ഫോണ്ടൻ്റൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെ അത് ഉപയോഗിക്കാമെന്ന് എനിക്കറിയില്ലേനു. ഓവനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡ്രൈ ആക്കി എടുക്കാനൊന്നും കഴിഞ്ഞില്ല. പിന്നെ ബീറ്ററിൻ്റെ പ്രശ്നമാണോ എന്തറിയില്ല, ക്രീമൊന്നും തിക്കായി വന്നില്ല. പിന്നെ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ പിറ്റേന്നായി എല്ലാവരും വന്നു. ഞാൻ ഒരുപാട് വീഡിയോ ഒന്നും എടുത്തില്ല, നല്ല തിരക്കായതുകൊണ്ട് കുറേ വീഡിയോസൊക്കെ മിസ്സായിപ്പോയി. പിന്നെ എല്ലാവരും വന്നതിന് ശേഷം ഫിലുവിനെ മാറ്റിയൊക്കെ കൊടുത്തു. ഫിലുവിന് ഇതൊക്കെ ഒരു വലിയ അത്ഭുതം പോലെ ആയിരുന്നു. നല്ല സന്തോഷത്തിലായിരുന്നു ഫിലു. അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് ഇനി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പുറത്തിറങ്ങി. ഫോട്ടോസിനും വീഡിയോസിനൊക്കെ നന്നായി നിന്ന് തരും. അങ്ങനെ ഓരോരുത്തരുടെ കൂടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞു. നേരെ കാതുകുത്താൻ വേണ്ടി ജ്വല്ലറിയിലേക്ക് പോവാണ്. ജ്വല്ലറിയിലെത്തിയപ്പോൾ തന്നെ ഏകദേശം കാര്യം മനസ്സിലായിരുന്നു ഫിലുവിന്. തീരെ സമ്മതിക്കുന്നില്ലേനു കാതുകുത്താൻ. പിന്നെ ഒരു വിധത്തിൽ കൈയും കാലൊക്കെ പിടിച്ചാണ് കാതുകുത്തിയത്. നല്ല കരച്ചിലായിരുന്നു. പിന്നെ കരച്ചിൽ മാറ്റാൻ മുകളിലൊക്കെ പോയി അതൊക്കെ മാറി വന്നു. കാതുകുത്തിയതൊക്കെ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമായിരുന്നു കേക്ക് കട്ട് ചെയ്തത്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ പരിപാടി നല്ല രീതിയിൽ കഴിഞ്ഞു.